ഹലോ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. ഇപ്പോൾ എനിക്കൊന്ന് കരയണമെന്നുണ്ട്. ഇനി എന്തിനാണ് കരയുന്നതല്ലേ? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ജ്വല്ലറി ആർഡിലൊക്കെ പെൺകുട്ടികളിങ്ങനെ നിൽക്കത്തില്ലേ, അതുപോലെ വരാൻ വേണ്ടി. ഞാനും അവിടം വരെ എത്തിയിട്ടുണ്ട്. എനിക്കിതിന് മുന്നേ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ട് കേട്ടോ. കോട്ടയത്തൊരു പ്രമുഖ തുണിക്കടയിൽ നിന്ന് എനിക്കിതുപോലൊരു ഓഫർ വന്നു. പക്ഷേ ഞാൻ റിജക്റ്റായി. എനിക്ക് ഹൈറ്റ് കുറവാണെന്നുള്ള പേരാണ് അവർ പറഞ്ഞത്. വെറും പേര് മാത്രം കേട്ടോ, വെറും എക്സ്ക്യൂസ്, അതൊരു കാരണമേ അല്ല. ആശ തന്നിട്ട് തിരിച്ചെടുക്കാമെന്ന് പറയില്ലേ, എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഒരുപാട് ഞാൻ ഡൗൺ ആയി. പക്ഷേ ഇപ്പോൾ ആ തുണിക്കട കോട്ടയത്തില്ല, പൂട്ടിപ്പോയി. സോറി. അപ്പോൾ നമ്മളിന്ന് ചെല്ലുന്നത് എൻ്റെ സ്വന്തം അനുരാജ് ചേട്ടൻ്റെയും പ്രീണ ചേച്ചിയുടെയും പുതിയ ഷോറൂം നമ്മുടെ കൊല്ലത്തെ അനശ്വര ജ്വല്ലറിയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് എത്രയും പ്രിയപ്പെട്ടവർ, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഏത് ജ്വല്ലറി ആഡിലാണ് വന്നിരിക്കുന്നതെന്ന്. നമ്മുടെ ഫിലിം ആക്ട്രസ് അനശ്വര രാജനായിരുന്നു ഇനോഗ്രേഷൻ. എനിക്കറിയാവുന്ന ഒരുപാട് പേരെ കണ്ടു, വളരെ സന്തോഷം. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ. ഒരുപാട് സന്തോഷമുള്ളൊരു ഡേ കേട്ടോ. ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാ ഇൻഫ്ലുവൻസേഴ്സും കൂടെ നമ്മുടെ ഡയമണ്ട് സെക്ഷൻ അങ്ങ് ഇനോഗ്രേറ്റ് ചെയ്തു. എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പി. വീഡിയോസിൽ മാത്രം കണ്ടവരാണെങ്കിലും ഒരു പരിചയക്കുറവുമില്ലാതെ എല്ലാവരും വളരെ പ്രിയപ്പെട്ടവർ. അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട കുഞ്ഞൊരു കൊലുസിങ് മേടിച്ചു കേട്ടോ. ബാക്കി പർച്ചേസിങ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അങ്ങനെ 5 വർഷമായിട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഇൻഫ്ലുവൻസർ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. കോട്ടയത്തെ തുണിക്കടയുടെ കാര്യം പറഞ്ഞില്ലേ, അവരെന്നെ ഒരു ബിൽ ബോർഡിലോട്ടായിരുന്നു അന്ന് സജസ്റ്റ് ചെയ്തത്. ഇന്ന് അനശ്വര ജ്വല്ലറിയുടെ 24 ബിൽ ബോർഡ്സിൽ പ്രീണേച്ചിക്കൊപ്പം ഞാനും ഉണ്ട്.